ഹായ് ഹലോ, ഐ എം നിതിൻ. ദിസ് ഈസ് NSK ടിപ്സ്. നമ്മള് 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ പേയേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒരു ഭാഗം നമ്മൾ പഠിച്ച ഒരു ഭാഗത്തില് 4 ക്വസ്റ്റ്യൻസുകൾ ടെക്സ്റ്റ് ബുക്കിലെ 4, അതായത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 4 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്തു. നമ്മൾ രണ്ടാമത്തെ ഭാഗം പരിചയപ്പെടാം. രണ്ടാമത്തെ ഭാഗത്തില് നമ്മൾ 3 ക്വസ്റ്റ്യൻസുകളാണ് ടെക്സ്റ്റ് ബുക്കിൽ, ഓർഡർ അനുസരിച്ച് തന്നെയാണ് പോണത്. ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാക്കണം. അറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഇല്ല, അൺനോൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വേരിയബിൾസ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മാത്രം മതി, ഈ ചാപ്റ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. വൺസ് അഗൈൻ ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടാതെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രോബ്ലത്തിലോട്ട് തന്നെ നമുക്ക് പോയേക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിൽ there are 4 more girls than boys. ഒരു ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ട്? ഗേൾസും ഉണ്ട്, ബോയ്സും ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ക്ലാസ്സിൽ 4 more girls than boys. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്പർ ഓഫ് ബോയ്സിനെ നമുക്ക് എന്തെടുക്കാം? എക്സ് ആയിട്ട് എടുത്താൽ നമ്പർ ഓഫ് ഗേൾസ് എന്തായിരിക്കും? നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 4 more ആണ്, ആരെക്കാട്ടിലും ബോയ്സിനെക്കാളും. അപ്പൊ നമുക്ക് എന്താ, x+4. ഇനി അവർ പറഞ്ഞിരിക്കുന്ന അടുത്ത സെന്റൻസ് നിങ്ങളൊന്ന് വായിച്ചേ. അടുത്ത സെന്റൻസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓൺ എ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസം. ഓൺ എ ഡേ only 8 boys were absent. ഒരു ദിവസം 8 ബോയ്സ് ആബ്സെന്റ് ആയി. അപ്പൊ നമുക്ക് എഴുതാം 8 boys were absent. 8 boys were absent. എന്ത് സംഭവിക്കും? അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് എന്തായിട്ട് എഴുതാം? 8 ബോയ്സ് ആബ്സെന്റ് ആയി. ഇപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? എക്സ്. അപ്പൊ 8 പേര് ആബ്സെന്റ് ആയാൽ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് ബോയ്സ് എന്തായിരിക്കും? നമ്പർ ഓഫ് ബോയ്സ് x-8 ആയിരിക്കും. സിമ്പിൾ അല്ലേ? 8 ബോയ്സ് വന്നില്ല, അപ്പൊ x-8. ഇനി അടുത്ത സെന്റൻസ് വായിക്കുക. ദ നമ്പർ ഓഫ് ഗേൾസ്. അപ്പൊ എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് നന്നായിട്ട് നിങ്ങൾ വായിക്കണം. ഓൺ എ ഡേ, ഒരു ദിവസം 8 ബോയ്സ് വെയർ ആബ്സെന്റ് ആയപ്പോൾ ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ഇതാണ് നമ്മുടെ ആൻസറിലേക്കുള്ള വേ. 8 ബോയ്സ് ആബ്സെന്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ദ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 8 ബോയ്സ് ആബ്സെന്റ് ആയപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്ന് നമുക്ക് അതേപോലെ തന്നെ എഴുതാം. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 8 ബോയ്സ് ആബ്സെന്റ് ആയപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് എന്തായി മാറി? ട്വൈസ് ദ നമ്പർ. ട്വൈസ് മീൻസ് എന്താണ്? 2 അല്ലെ, ഇരട്ടി. ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. സിമ്പിൾ അല്ലേ? നമ്പർ ഓഫ് ഗേൾസ് 8. നമ്പർ ഓഫ് ഗേൾസിന് മാറ്റമില്ല. 8 ബോയ്സ് ആബ്സെന്റ് ആയെന്നും പറഞ്ഞ് ഗേൾസ് ആബ്സെന്റ് ആവണമെന്നൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പൊ നമ്പർ ഓഫ് ഗേൾസിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് തന്നെ എഴുതാം? x+4 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആബ്സെന്റ് ആയപ്പോൾ 8 ബോയ്സ് ആബ്സെന്റ് ആയപ്പോൾ നമ്പർ ഓഫ് ബോയ്സ് എന്തായി മാറി? x-8. തീർന്നു, കണക്ക് തീർന്നു. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. x+4 ഈസ് ഈക്വൽ ടു ഈ 2x കൊടുക്കുമ്പോൾ എന്ത് വരും? 2x. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് 2 × 8 എത്ര? 8 ആണ്. 8 എത്രയാണ്? 16. ഇനി കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് x ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതണം, നമ്പറുകളെല്ലാം ഒരുമിച്ച് എഴുതണം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? x ഇവിടെ ഉണ്ട്, ഒരു x, ഇവിടെ +2x ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ x അവിടെ എഴുതുക, ഈ +2x എന്ത് ചെയ്യുക? ഈക്വൽ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -2x ഈസ് ഈക്വൽ ടു ഇവിടെ -16 ഉണ്ട്, അപ്പൊ -16. ഈ +4 ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -4. That is equal to x-2x is equal to -16 -4. ഒരേ ചിഹ്നമാണ്, അപ്പൊ നമ്മൾ എന്തെടുക്കണം? തമ്മിൽ കൂട്ടി പൊതു ചിഹ്നം ഇടണം. ഒരേ ചിഹ്നമായ തമ്മിൽ കൂട്ടി പൊതു, അപ്പൊ എന്തിട്ടും? -20. സെറ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു x-2x എത്രയാണ്? x-2x എന്ന് പറഞ്ഞാൽ -1x ആണ്. -1x എന്ന് പറഞ്ഞാൽ -20 അല്ലേ? അപ്പുറത്തോ ഇവിടെ -1x, ഈ മൈനസും കൂടെ വെട്ടിക്കളയാൻ മിച്ചം 1x എന്ന് പറഞ്ഞാൽ എന്താണ്? x ഈസ് ഈക്വൽ ടു എത്രയാണ്? 20. വാട്ട് ഈസ് x? നമ്മൾ എന്താണ് x ആയിട്ട് എടുത്തിരിക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് x? നമ്പർ ഓഫ് ബോയ്സ്. അപ്പൊ നമുക്ക് എഴുതാം therefore നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് കിട്ടി. എത്രയാണ് നമ്പർ ഓഫ് ബോയ്സ്? 20. നമ്പർ ഓഫ് ബോയ്സിനേക്കാൾ എത്ര കൂടുതലാണ് ഗേൾസ്? 8. അപ്പൊ എന്ത്? നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 20 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 8 അല്ല, 4 കൂടുതലാണ് അല്ലെ. അപ്പൊ എന്ത് എഴുതാം? 20 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. ദിസ് ഈസ് ദ ആൻസർ. സിമ്പിൾ അല്ലേ? അർത്ഥം മനസ്സിലാക്കുക, ചെയ്തു പോവുക, വേറെ കാര്യങ്ങളൊന്നുമില്ല. അർത്ഥം മനസ്സിലാക്കുക, ക്വസ്റ്റ്യനിൽ എന്ത് പറയുന്നു അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനോട്ട് നമുക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം.
വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറഞ്ഞത്? എ ഫ്രാക്ഷൻ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ്. ഏതോ ഒരു ഫ്രാക്ഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രാക്ഷൻ ഇവിടെ തന്നിട്ടൊന്നുമില്ല. ഈ ഫ്രാക്ഷനൊക്കെ വേറെതാണ് കേട്ടോ. അത് നമുക്ക് വായിച്ചു വരുമ്പോൾ മനസ്സിലായി. എ ഫ്രാക്ഷൻ, ഏതോ ഒരു ഫ്രാക്ഷൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഫ്രാക്ഷനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? പറ മക്കളെ. ആ ഫ്രാക്ഷൻ നമുക്ക് അറിയാത്തത് കൊണ്ട് ആ ഫ്രാക്ഷനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ബൈ വൈ എന്ന് എടുക്കാം. ഈ എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ, അതേപോലെ തന്നെ വൈ എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ. ഇറ്റ്സ് എ ഫ്രാക്ഷൻ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ആഡിങ് 1 ടു ഇറ്റ്സ് ന്യൂമറേറ്റർ. അതായത് ഇതിന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ, എന്താണ് ഇവിടെ ന്യൂമറേറ്റർ? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്. അപ്പൊ അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ, വൈ അതേപോലെ തന്നെ താഴെ ഉണ്ട്, അത് ഡിനോമിനേറ്റർ. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ബിക്കംസ് 1/2 എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 1/3. നമുക്കറിയാം, നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാൻ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഈ ഈക്വൽ ടു ഇപ്പുറത്തുള്ള ഈ 3 ഇങ്ങോട്ട് പോകുമ്പോൾ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യും, ഈ വൈ ഇങ്ങോട്ട് പോയി 1 ഇൻറ്റു ചെയ്യും. അപ്പൊ എന്തുവരും? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1 എത്രയാണ്? വൈ അല്ലെ? ഈ വൈ ഇൻറ്റു 1 എത്രയാണ്? വൈ. ഒരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയാൽ രണ്ടാമത്, ഇഫ് ഇൻസ്റ്റഡ്, എന്താണ് ഇഫ് ഇൻസ്റ്റഡ്? അതിന് പകരം 1 ആഡഡ് ടു ദ ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിൽ ആഡ് ചെയ്തതിന് പകരം ഡിനോമിനേറ്ററിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഡിനോമിനേറ്ററിന്റെ അകത്തൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നിങ്ങൾ പറഞ്ഞാൽ എന്താണ്? എക്സ് ന്യൂമറേറ്റർ ആണ്, ഡിനോമിനേറ്റർ വൈ ആണ്. വൈയുടെ കൂടെ എന്ത് കൂട്ടി? 1 ആഡ് ചെയ്തപ്പോൾ എന്താണ്? ദ സിംപ്ലിഫൈ ഇറ്റ് ബിക്കംസ് എന്താണ്? 1/4. എന്തായി മാറി? 1/4 ആയി മാറി. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഈ 4x കൂടെ ഗുണിക്കും, ഈ 1 കൂടെ വൈ. അപ്പൊ എന്ത് വരും? നമ്മൾ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ 4x ഈസ് ഈക്വൽ ടു y പ്ലസ് 1 ഇൻറ്റു 1 എത്രയാണ്? ഏതൊരു സംഖ്യ ഇൻറ്റു 1 എന്ത് തന്നെയാണ്? ആ സംഖ്യയാണ്. അപ്പൊ ഇവിടെ y പ്ലസ് 1 ഇൻറ്റു 1 എത്രയാണ്? y പ്ലസ് 1. സിമ്പിൾ അല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ y ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? y ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ഈ വൈയുടെ സ്ഥാനത്ത് ഞാൻ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് ഇട്ടോട്ടെ, ഇടാമല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ പറ 4x ഈസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിടണം, വൈയുടെ അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? 3 ഇൻറ്റു എക്സ് പ്ലസ് 1, പിന്നെ ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്, ആ പ്ലസ് 1 സെറ്റ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4x ഈസ് ഈക്വൽ ടു, ഈ 3x കൊടുക്കുമ്പോൾ എന്ത് വരും? 3x. ഈ പ്ലസ് ഇവിടെ ഉള്ള ഒരു പ്ലസ് 3 കൊടുക്കുമ്പോൾ എന്ത് വരും? 3 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x ഈസ് ഈക്വൽ ടു 3x പ്ലസ് 3 പ്ലസ് 1 എത്രയാണ്? 3. ഈ 3 പ്ലസ് 3x ഈക്വൽ ഇപ്പുറം വരുമ്പോൾ 4x മൈനസ് 3x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 4x മൈനസ് 3x എത്രയാണ്? x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 3. x എത്ര കിട്ടി? 3. ഇനി നമുക്ക് വൈയും കൂടെ കണ്ടുപിടിച്ചാൽ പോരെ? വൈ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വൈ എന്തായിരുന്നു? വൈ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? ഈ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഈ 3 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 3 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 3 ഇൻറ്റു 3 പ്ലസ് 1 അല്ലെ? സോറി, എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ് അല്ലെ? 3 പ്ലസ് 1 എത്രയാണ്? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 3യുടെ സ്ഥാനത്ത് എന്താണ്? 4. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? നമുക്ക് 4 ആണ് കിട്ടിയത്. therefore ഈ എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക? ഈ എക്സിന്റെ സ്ഥാനത്ത് ഞാൻ ഇത് വിട്ടുവാണ്. y ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4 പ്ലസ് 1. സോറി, ദാറ്റ് ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 3 ഇൻറ്റു 4 പ്ലസ് 1 എത്രയാണ്? 5. ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 15. y എത്ര കിട്ടി? 15. അപ്പൊ എക്സും കിട്ടി, വൈയും കിട്ടി. എക്സ് എത്ര കിട്ടി? 4 കിട്ടി. y എത്ര കിട്ടി? 15 കിട്ടി. കിട്ടിയല്ലോ. therefore നമുക്ക് എന്താണ്? നമ്മുടെ ഫ്രാക്ഷൻ എന്താണ്? എക്സ് ബൈ വൈ അല്ലേ? therefore നമ്മുടെ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എക്സ് ബൈ വൈ എന്ന് പറയുന്ന എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 4 ഡിവൈഡ് ബൈ വൈയുടെ അവിടെ 15. നമ്മുടെ ഫ്രാക്ഷൻ എന്ത് കിട്ടി? 4/15. സിമ്പിൾ അല്ലേ? അപ്പൊ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 4/5. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അർത്ഥം മനസ്സിലായി? എനിക്ക് ഇവിടെ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അറിയാതെ പറ്റിപ്പോയത്. പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യമാണ് തെറ്റിയത്. സോറി, ക്ഷമിക്കണം എല്ലാവരും. 3 പ്ലസ് 1 ഈസ് ഈക്വൽ ടു അറിയാതെ ഞാൻ 3 എന്ന് തന്നെ എഴുതി. ഞാൻ 3 പ്ലസ് 1 എന്താണ്? 4 ആണ്. തെറ്റിക്കരുത് ആരും. ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാര്യമാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ട് പഠിച്ച കാര്യമാണ്. എന്താണ്? മണി മാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തുള്ള കണക്കാണ് മണി മാത്ത്. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? എ പേഴ്സൺ, ഒരു ആള് എന്ത് ചെയ്തു? എ പേഴ്സൺ ഇൻവെസ്റ്റ് എന്താണ്
10,000 ഇതിൽ അല്ല, ഇത് 1 lakh rupees into 2 schemes. 2 സ്കീമുകളിലായിട്ട് 1 ലക്ഷം രൂപ എന്ത് ചെയ്തു? നിക്ഷേപിച്ചു. ഒരാള് 2 സ്കീമുകളിലായിട്ട്. അപ്പൊ ഫസ്റ്റ് സ്കീമില് കുറച്ച് പൈസ നിക്ഷേപിക്കും, സെക്കൻഡ് സ്കീമിലും കുറച്ച് പൈസ നിക്ഷേപിക്കും, ആണല്ലോ. ആകെ മൊത്തം എത്ര പൈസയുണ്ട്? 1 ലക്ഷം രൂപ. ഈ ഫസ്റ്റ് സ്കീമിൽ നിക്ഷേപിച്ചത് നമുക്കറിയത്തില്ല, ഞാൻ എക്സ് ആയിട്ട് എടുത്തു. പകുതി നിക്ഷേപിച്ചെന്നൊന്നും പറയുന്നില്ല. ഈ 1 ലക്ഷം രൂപയുണ്ട്, അയാൾ 2 സ്കീമിലായിട്ട് എത്ര നിക്ഷേപിച്ചെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ സ്കീമിൽ നിക്ഷേപിച്ചത് എക്സ് എന്ന് എടുത്താൽ രണ്ടാമത്തെ സ്കീമിലേക്ക് നിക്ഷേപിക്കാൻ എത്ര രൂപയേ ഉള്ളൂ? ആ 1 ലക്ഷത്തിന് എക്സ് കുറച്ച് രൂപയുള്ളൂ. എന്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. ഞാനൊരു 40,000 രൂപ കാനറ ബാങ്കിൽ കൊണ്ടിട്ടു. മിച്ചം എന്റെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 1 ലക്ഷത്തിന് 40,000 രൂപ കുറച്ച് 60,000 രൂപയുള്ളൂ. അത് ഞാൻ കൊണ്ട് SBI ഇട്ടു. ഇത് അത്രയേ ഉള്ളൂ ഇവിടെ. അയാളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്, അതിൽ എക്സ് രൂപ 1 ലക്ഷത്തിൽ എത്രയാണെന്ന് അറിയില്ല കൊണ്ടിട്ടത്. അതുകൊണ്ട് നമുക്ക് എക്സ്, നമുക്ക് ഫസ്റ്റ് സ്കീമിൽ എക്സ് രൂപയിട്ട്, സെക്കൻഡ് സ്കീമിൽ 1 ലക്ഷം മൈനസ് എക്സ് രൂപയിട്ട്. എന്തിനാ ബാങ്കിൽ കൊണ്ട് പൈസ എടുക്കുന്നത്? നമുക്ക് വീട്ടിൽ സ്ഥലമില്ല വെച്ചിട്ടൊന്നും അല്ലല്ലോ. പിന്നെ എന്തിനാണ് ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നത്? നമുക്ക് ഇൻട്രസ്റ്റ് വേണം, അല്ലെ, പലിശ വേണം. ആ പലിശയുടെ നിരക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 7% 6%. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്കീമിലെ ഇൻട്രസ്റ്റ്, ഫസ്റ്റ് സ്കീം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എത്ര രൂപയാണ് കിട്ടുക, അതിനെ ഇൻട്രസ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലെ. അപ്പൊ എക്സ് ഇൻറ്റു എത്ര ശതമാനം? 7%. സെക്കൻഡ് സ്കീം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്കീമിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സെക്കൻഡ് സ്കീമിൽ ഇട്ട പൈസ എത്രയാണ്? 1 ലക്ഷം മൈനസ് എക്സിന്റെ എത്ര ശതമാനം സെക്കൻഡ് സ്കീമിൽ? അത് തെറ്റിക്കല് 6%. ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി പാടൊന്നും ഇല്ല. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പെർ 100 എന്നാണ്. പെർ സെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ 100. പെർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡഡ് ബൈ 100. അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ സ്കീമിന് ഇൻട്രസ്റ്റ് എത്രയാണ്? എക്സ് എന്താണ്? ഇൻറ്റു 7/100. രണ്ടാമത്തെ സ്കീമിന് ഇൻട്രസ്റ്റ് എന്താണ്? 1 ലക്ഷം മൈനസ് എക്സ് ഇൻറ്റു എന്താണ്? 6/100. ഇതാണല്ലോ ആ ഫസ്റ്റ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ എന്ത്? 7x/100ഉം സെക്കൻഡ് സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് എന്ത്? 1 ലക്ഷം മൈനസ് എക്സ് ഇൻറ്റു 6/100. ഈ 2 സ്കീമിൽ നിന്നും കൂടെ അയാൾക്ക് 1 വർഷം കഴിഞ്ഞപ്പോ എത്ര രൂപ കിട്ടി? 6,750 രൂപ കിട്ടി. അപ്പൊ ഈ ഇൻട്രസ്റ്റിന്റെ സം അല്ലേ 6,000. അപ്പൊ ഞാൻ അത് ഇങ്ങനെ എഴുതുന്നു, 7 ഇൻറ്റു എക്സ് എത്രയാണ്? 7x ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 1 ലക്ഷം മൈനസ് എക്സ് ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 6,750 രൂപ കിട്ടിയത്. സിമ്പിൾ അല്ലേ? അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി നിങ്ങൾ നോക്കുക, സാധാരണ നമ്മുടെ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. 7x ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഈ 6 1 ലക്ഷത്തിന് കൊടുക്കാൻ നേരം എന്താവും? 6 ലക്ഷം. 0 കുറഞ്ഞു പോകരുത്, ശ്രദ്ധിക്കണം. 6 ലക്ഷം. പിന്നെന്താണ്? ഈ 6x മൈനസ് എക്സിന് കൊടുക്കുമ്പോൾ എന്താവും? മൈനസ് 6x ഡിവൈഡഡ് ബൈ എന്ത് തന്നെയാണ്? 100 ഈസ് ഈക്വൽ ടു 6,750. സെറ്റ് അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഈ ഫ്രാക്ഷനിൽ 100 ഉണ്ട്, ഈ ഫ്രാക്ഷനിൽ 100 ഉണ്ട്. ഈ 100നെ ഞാൻ കോമൺ എടുത്താൽ എന്ത് വരും? 7x ന്യൂമറേറ്റർ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാം. 7x പ്ലസ് 6 ലക്ഷം മൈനസ് 6x ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 6,750. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 100 ഇങ്ങോട്ട് പോകുമ്പോൾ മിച്ചം എന്ത് വന്നു? 7x പ്ലസ് 7x. ഒരു മിനിറ്റ്, അതിന് മുമ്പ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. 7x കണ്ട, 7x മൈനസ് 6x എത്രയാണ്? 7x മൈനസ് 6x എത്ര വരും? 1x അല്ലെ. 7x മൈനസ് 6x എത്രയാണ്? 1x. പിന്നെ എത്രയാണ്? പ്ലസ് 6 ലക്ഷം ഈസ് ഈക്വൽ ടു ഈ 2 0 ഇങ്ങോട്ട് വരത്തില്ലേ? ഇൻറ്റു ചെയ്ത ഡിവൈഡ് ചെയ്തിരിക്കുന്ന 100 ഇപ്പറ വരുമ്പോൾ ഇൻറ്റു ആവും. 100 ആയതുകൊണ്ട് നമുക്ക് 2 0, അപ്പൊ 6,75,000. ഈ 2 0, ഈ 100ന്റെ 0. ഇനി നമുക്ക് സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് 1x ഈസ് ഈക്വൽ ടു ഇവിടെ 6,75,000 ഉണ്ട് ഇല്ലേ? ഈ പ്ലസ് 6 ലക്ഷം ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് 6 ലക്ഷം. സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 6,75,000 6 ലക്ഷം പോയത് എത്രയാണ്? 75,000. അപ്പൊ അയാൾ എക്സ് എന്തായിരുന്നു? നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നിങ്ങൾ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് സ്കീമിൽ എത്ര രൂപ ഇട്ടെന്നല്ലേ? അപ്പൊ ഫസ്റ്റ് സ്കീമിൽ ഇട്ട എമൗണ്ട് എത്ര ആയിരിക്കും? 75,000. 1 ലക്ഷം രൂപയിൽ 75,000 ഫസ്റ്റ് സ്കീമിൽ ഇട്ടാൽ സ്വാഭാവികമായിട്ട് സെക്കൻഡ് സ്കീമിൽ ഇടുന്ന എമൗണ്ട് എത്ര ആയിരിക്കും? ബാക്കി 25,000 രൂപയായിരിക്കും. അപ്പൊ 2 സ്കീമിലായിട്ട് എത്ര രൂപ ഇട്ടെന്നല്ലേ? ഹൗ മച്ച് ഡിഡ് ദേ ഇൻവെസ്റ്റ് ഈച്ച് സ്കീം?
ഹൗ മച്ച് ഡിഡ് ദേ ഇൻവെസ്റ്റ് ഈച്ച് സ്കീം, ഓരോ സ്കീമിലും. ഫസ്റ്റ് സ്കീമിൽ അപ്പൊ 75,000, സെക്കൻഡ് സ്കീമിൽ അപ്പൊ എത്ര 25,000 രൂപയാണ് അദ്ദേഹം ഇട്ടത്. വളരെ സിമ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ 7 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷിക്കുന്ന ക്വസ്റ്റ്യൻസുകളുമായി അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.